സത്യം പറഞ്ഞാൽ ആ 13 വയസ്സുള്ള പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയാണ്. കാരണം ഇത്തരം CBSE സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അമിത പ്രതീക്ഷയുണ്ട്. എൻ്റെ കുട്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അവിടെ നിന്ന് നേടുക, അവൻ വളരെയധികം ടോപ്പ് ലെവലിലേക്ക് എത്തും, ഭയങ്കര ഫ്ലുവൻസി അവൻ്റെ ലാംഗ്വേജിലുണ്ടാകും, അവൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാകും എന്നുള്ളൊരു അമിത പ്രതീക്ഷ പലപ്പോഴും CBSE സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ പ്രതീക്ഷയെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിലാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മാം സംസാരിക്കുന്നത് അല്ലേ? അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് കേട്ടു നോക്കിയേ. How to get the response of the parents. സത്യം പറഞ്ഞാൽ എന്താണ് ഈ മാഡം പറഞ്ഞത്? അത്രമേൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളെ ആയിരിക്കുമല്ലോ ഈ സ്കൂളിൻ്റെ തലപ്പത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ തലപ്പത്തുള്ള ആളുടെ ക്വാളിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താണ് മാഡം പറഞ്ഞത്? വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരൻസ്. റെസ്പോണ്ട് എന്ന് പറയുന്നത് പൊന്നു മാഡം, പൊന്നമ്മച്ചി, അത് വെർബാണ്. അതെങ്ങനെയാണ് അവിടെ കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റുക? അവിടെ എന്താ നിങ്ങൾ പ്രയോഗിക്കേണ്ടിയിരുന്നത്? വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോൺസ് ഓഫ് ദ പാരൻസ്. അവിടെ റെസ്പോൺസ് നൗണല്ലേ അവിടെ വരേണ്ടത്, വേർബ് അല്ലല്ലോ. അപ്പോൾ അവിടെ അത്തരം ചെറിയ വിഷയങ്ങളിൽ പോലും മിസ്റ്റേക്ക് വരുത്തുന്ന മാഡം നേതൃത്വം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കരഗതമാക്കാൻ കഴിയുക? സത്യം പറഞ്ഞാൽ സങ്കടാട്ടോ. പിന്നെ വല്ലാതെ ഒരു വേദന തോന്നിയത് നമ്മുടെ അമ്മച്ചിയുടെ ചിരിയിലാണ്. അമ്മച്ചിയുടെ ചിരി എന്താണ്? ആ ചിരി ഒരു 13 വയസ്സുള്ള ആ ചെറിയ കുട്ടിയുടെ മുമ്പിൽ വിജയിച്ച ഒരുതരം ഭ്രാന്തൻ ചിരിയാണത്. ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ വിജയിക്കുമ്പോഴുള്ള ഒരു രാക്ഷസ ചിരി ഇല്ലേ? ആ ചിരിയുടെ ഉള്ളിൽ ഞാൻ ഒരിക്കലും കർത്താവിൻ്റെ മണവാട്ടിയെ കാണുന്നില്ല. ആ ചിരിയുടെ ഉള്ളിൽ ഒരിക്കലും ഞാൻ ആ വിശുദ്ധ വസ്ത്രത്തിനകത്തെ മഹിളാരത്നത്തെ കാണുന്നില്ല. എൻ്റെ കൂടെ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യാൻ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അദ്ദേഹം തമിഴ്നാട്ടുകാരൻ കൂടെയാണ്. അപ്പോൾ ആ അച്ഛൻ ഇന്നലെ ഈ വിഷയവും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ആ അച്ഛനുമായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അവർക്ക് പറ്റുന്നത് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ? ഒരിക്കലും കർത്താവിൻ്റെ മണവാട്ടിയാകാൻ യോഗ്യതയുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ചിരി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബൈബിളിലൊരു വചനമാണ്. മത്തായിയുടെ സുവിശേഷം 12:34 മറിച്ചു നോക്കിയാൽ അവരോട് പറയാനുള്ള മറുപടി ബൈബിളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. യേശു അവരോട്, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലതു സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. ശരിക്കും ഈ വചനം നിങ്ങളെപ്പോലുള്ള ചില ആളുകളെ ഉദ്ദേശിച്ച് തന്നെയല്ലേ?